ഇന്ന് പിന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇത് ആമസോണിൽ നിന്നാണ് ഞങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം വരെ പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു പുസ്തകം പിന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അനുമതി വാങ്ങേണ്ട ഒരു പുസ്തകമാണ് എന്ന് ഇത്രനാൾ പറഞ്ഞു വെച്ചു. ഈ പുസ്തകത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഈ നാട്ടിലെ സംവിധാനങ്ങൾക്ക്, ഈ നാടിൻ്റെ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾക്ക് ഹാലിളകുന്ന കാഴ്ച നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടു. ഇതുണ്ട് എന്നോ ഇല്ല എന്നോ അല്ല പറയുന്നത്, ഇത് അതിനപ്പുറത്തേക്ക് ഇത്തരം വിവാദങ്ങളെ ഏറ്റവും മോശപ്പെട്ട തരത്തിലേക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തുറന്നു പറയാൻ കെൽപ്പില്ലാത്ത, കഴിവില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം ഇവിടെ നിൽക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ ഇത് പരാമർശിക്കപ്പെട്ട മുൻപ് കാരവാൻ ഉൾപ്പെടെയുള്ള അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാണ്. ഇത്തരത്തിലൊക്കെ നമ്മുടെ പൊതുമധ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു പബ്ലിഷേഴ്സിനെ വിലക്കെടുത്ത് ഒരു എഴുത്തുകാരനെ, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥ തലത്തിൽ, ഈ രാജ്യത്തിൻ്റെ തന്നെ വലിയ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പോലും വിലക്കെടുത്തുകൊണ്ട് എന്ത് മറയ്ക്കാനാണ് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും വലിയ പ്രതിരോധത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത്. അതിനാരെയും വിലക്കെടുക്കാം, എന്തും പറഞ്ഞു വെക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതൊക്കെ നമുക്ക് മുൻപിൽ നിൽക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ 10-ൽ കൂടുതൽ വർഷമായി ഈ രാജ്യത്തിൻ്റെ വിദേശ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ള പാളിച്ചകൾ, ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഇന്ത്യക്ക് പറ്റിയിട്ടുള്ള വലിയ വീഴ്ചകൾ, ഇൻ്റലിജൻസ് ഫെയിലിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇതിനെയൊക്കെ പൊതിഞ്ഞു പിടിച്ച് നിങ്ങൾ എന്തെങ്കിലും രാജ്യത്തിനെതിരെ സംസാരിച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന വീഴ്ചകൾക്കെതിരെ സംസാരിച്ചാൽ, ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ, പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ നിങ്ങൾ രാജ്യദ്രോഹ കുറ്റം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയും രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും അത്തരത്തിലാണ് ധരിപ്പിക്കുന്നത്. രാജ്യവും ഭരണകൂടവും പ്രധാനമന്ത്രിയും അവർ ചെയ്യുന്ന വീഴ്ചകൾ അത് തുറന്നു പറയാനും അത് മുന്നോട്ട് വെക്കാനും അധികാരമുള്ള പ്രതിപക്ഷം ഉൾപ്പെടെ ഈ രാജ്യത്തെ പൗരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഉൾപ്പെടെയുള്ളവരുടെ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനൊക്കെ തക്കതായ കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.